എൻ്റെ യൂട്യൂബ് ഫാമിലി എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ പുറത്ത് പോകാണ്ടായിരുന്നു. കുറച്ച് എൻ്റെ മോൻ്റെ കല്യാണത്തിന് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പുറത്ത് പോകാണ്ടായിരുന്നു. അത് നമ്മൾ പോയി വരുമ്പോഴത്തേന് മഴക്കായി പുറത്തുനിന്നൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിൽ തന്നെ പോയി പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാച്ചിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ചിക്കന് കുറച്ചെടുത്ത് വെച്ചിരുന്നു ഞാൻ, ബോൺലെസ്. അപ്പോൾ അതുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ചിക്കൻ റോളിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ റോളിന് കുറച്ച് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ പോയി വീട്ടിൽ പോയിട്ട് ചിക്കൻ റോളാണ് ഇന്നത്തെ റെസിപ്പി. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനും വേണ്ടി ഞാൻ കുറച്ച് കേബേജും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് പെരിഞ്ചീരകം, ഒരു 4 ഉള്ളി, പിന്നെ കുറച്ച് മല്ലിയിലയും. ഞാൻ കുറച്ച് ബോൺലെസ് ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ ചിക്കന്, അതൊക്കെ വേവിച്ചങ്ങാണ്ട് ഇങ്ങനെ ചെറുതായിട്ട് പൊടിഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനും വേണ്ടി മൈദ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ മൈദയിൽ കുഴക്കാനും വേണ്ടി കുറച്ച് ഉപ്പും വെള്ളം കൂടി മാത്രം ഇട്ടിട്ടാണ് കുഴച്ച് വെച്ചിട്ടുണ്ടത്. ഇങ്ങനെ ജാസ്തി കട്ടിയിലും വേണ്ട വെള്ളത്തിലും വേണ്ട, ഇങ്ങനെ ഇതാക്കിയിട്ട് കറക്റ്റാಗಿ കുഴച്ച് വെച്ചാൽ മതി. കുറച്ച് നേരം തന്നെ കുഴച്ച്. ചിക്കൻ റോളിന് സ്റ്റഫിങ്ങിനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ വീത്തിങ്ങാണ്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും കറിവേപ്പിൻ്റെ ഇലയും ഈ 4 ഉള്ളി മുറിച്ച് വെച്ചിരുന്നു അതും ഇതിൽ കിട്ടുങ്ങാണ്ട് നല്ലൊന്ന് പൊരിച്ച് കൊടുക്കുക. ഇത് നല്ലൊന്ന് റോസ്റ്റ് ആവണം കേട്ടോ, കൂടുതലും റോസ്റ്റ് ആവേണ്ട. ഈ ചൊയ പച്ച ചൊയ ഒന്ന് പോണ വരെ ഒന്ന് വറക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കേബേജ് ഇട്ട് കൊടുക്കുക. ഈ കേബേജ് ഇട്ടതിൻ്റെ ശേഷം ഇത് നല്ലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇത് കൂടുതൽ എണ്ണ ഒഴിക്കണ്ടേ. എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് സ്റ്റഫ് ചെയ്യുമ്പോൾ എണ്ണ കൂടുതലായാൽ നന്നാവില്ല. കുറച്ച് എണ്ണയിൽ തന്നെ നല്ലൊന്ന് വറുത്ത് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുണ്ട് കുറച്ച് ഗരം മസാല. ഞാൻ മട്ടൻ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി 1 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലുണ്ട വെള്ളമൊക്കെ ഒന്ന് വടിയാനാണ്. ഞാൻ ആദ്യം തന്നെ ചിക്കൻ വേവിച്ച് വെച്ചതാണ്. ഇതിലുണ്ട വെള്ളമൊക്കെ ഒന്ന് നല്ല ഇതാവാനും വേണ്ടിയിട്ടാണ് ഇത് നല്ല ഒന്ന് വറുത്തെടുക്കുന്നത്. ഈ വെള്ളം പോണ വരെ ഒന്ന് നല്ല വറുത്തെടുക്കണത്. ഇനി പിന്നെ നമുക്ക് ആവശ്യത്തിനുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നല്ല വറുത്ത് എണ്ണയൊക്കെ പോയി വെള്ളമൊന്നുമില്ല കേട്ടോ അതിൽ. ഇത് നമുക്ക് ഇനി സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. ഇത് മല്ലിയില ചേർത്തുകൊണ്ട് നമുക്കിത് എടുത്ത് വെക്കാം. ഇനി ഞാനിതിന് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നമുക്ക് പരത്തി എടുത്തിട്ട് ഞാൻ എങ്ങനെ സ്റ്റഫിങ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇനി നമുക്കിതെങ്ങനെ സ്റ്റഫിങ് ചെയ്യാൻ നോക്കട്ടെ. ഇതിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു പാകത്തുനിന്ന് ഇങ്ങനെ സൈഡിൽ മടക്കി കൊടുക്കാം. ഇനി ഇപ്പുറത്തും എന്നിട്ട് ഇതിങ്ങനെ റോളാക്കാം. ഇതേപോലെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. അതേപോലെ ഞാനൊരു 4-5 എണ്ണം ആക്കിയതിൻ്റെ ശേഷം ഞങ്ങൾക്ക് ഇതാക്കി തരാം, ഞാൻ പൊരിക്കുന്നത് കാട്ടിത്തരാം. ഇതേപോലെ എല്ലാ ചപ്പാത്തീൻ്റെ മാവും ഇതേപോലെ സ്റ്റഫ് ആക്കിയിട്ട് ശേഷം ഞാൻ എങ്ങനെ പൊരിക്കണമെന്ന് കാട്ടാം. ഞാൻ ഇപ്പോൾ ഇതെല്ലാം റോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പൊരിക്കാനും വേണ്ടി ഇതെല്ലാം ഒന്നായിട്ട് നമ്മളെപ്പോഴും പൊരിക്കണേക്കാട്ടി പിന്നെ ഇങ്ങനെ റോളാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ, വേഗം വേഗം പൊരിച്ചെടുക്കുക. അതിനും വേണ്ടി നമ്മൾ ആദ്യം ഇങ്ങനെ റോളാക്കി വെക്കണം. ഞാൻ ഇതിനും വേണ്ടി ഒരു റസ്ക് പാക്കറ്റ് വാങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് മൈദയാണ്.
മൈദയും ഉപ്പും കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളം വീത്തി ഇത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് തിക്കായിട്ട് ഇത് നല്ല അടിച്ചു കൊടുക്കണം. ഇതിൽ കട്ടിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നല്ലൊന്ന് അടിച്ചു കൊടുത്തിട്ട് ഇത് റെഡിയാക്കി വെക്കാം. ഇനി നമുക്കിത് ഈ റോളെടുത്ത് ഈ വെള്ളം മൈദ കലക്കി വെച്ചതിലേക്ക് മുക്കിങ്ങാണ്ട് ഈ റസ്ക് പൊടിക്കൊന്ന് മുക്കി കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്നായിട്ട് ഞാൻ എടുത്തിങ്ങനെ ആക്കി വെച്ചിട്ട് പിന്നെ പൊരിക്കാൻ നിൽക്കാൻ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പണി ചെയ്യും. ഇതെല്ലാം ഒന്നായിട്ട് ഇങ്ങനെ ആക്കി വെക്കട്ടെ. ഇനി നമുക്കിത് പൊരിക്കട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഓരോന്ന് ഇട്ട് കൊടുത്തുങ്ങാണ്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇട്ട ഉടനെ ഇളക്കാൻ പോകണ്ട കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് റോസ്റ്റ് ആയതിൻ്റെ ശേഷം പിന്നെ ഒന്ന് ഇളക്കി വിട്ടാൽ മതി, തിരിച്ചിട്ടാൽ മതി. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. മഴക്കാലത്തൊക്കെ അത് നല്ല പെട്ടെന്ന് വീട്ടിൽ എന്തെങ്കിലും കേബേജൊക്കെ ഇല്ലാത്ത വീടുണ്ടാവില്ല. പിന്നെ ചിക്കനൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണിത്. നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതേമാതിരി നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വേണ്ടിയിട്ടാണ്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. ഇതെല്ലാം ഞാൻ പൊരിച്ചെടുത്തതിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം എങ്ങനെ ഉണ്ടാവുന്നത്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. വീട്ടിൽ ആരെങ്കിലും വിരുന്നേര് വരികയാണെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും. എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇതേമാതിരി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. ഇത് മേലെ ക്രിസ്പി ആയിട്ട് ഉള്ളിൽ സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കി, ഞാൻ കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയൊരു റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.